இங்க வாடா மயிர், இங்க வா. சாரி ப்ரோ, சாரி. குழந்தைங்க உன்னை நம்பி குழந்தைங்க இருக்காங்க, சரியா? ஐ வில் நாட் கம். நான் இங்க வர மாட்டேன். இன்னி நீ உன்னை பார்த்தேன்னு വെച്ചോ, പോടാ പോടാ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം എനിക്ക് 2 ചാനലും കൂടെ ഒരുമിച്ച് തള്ളിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. കാര്യം മോസ്റ്റ് ഓഫ് ദ ടൈമും ഞാൻ പകലാണ് ഉറക്കം, രാത്രിയാണ് ഉണർന്നിരിക്കുന്നത്. ബിഗ് ബോസിന്റെ എപ്പിസോഡ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വെളുപ്പിനെയാവും. അപ്പോൾ പിന്നെ കടന്നുറങ്ങും, വൈകുന്നേരം എണീക്കും. പിന്നെ ഈ ഒരു റൊട്ടീൻ ഇങ്ങനെ സൈക്കിള് പോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാത്തത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബിഗ് ബോസിന്റെ ഷോ ഫോളോ ചെയ്ത ആരെങ്കിലും ഉണ്ടെന്ന് കമന്റ് ചെയ്യാട്ടോ, എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിനകത്തോട്ട് പോവാം. ഇത് 2 ആഴ്ച മുമ്പ് ഒരു തമിഴിലെ ഒരു വ്ളോഗർ, സുഹൈൽ വ്ളോഗർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഇട്ട ഒരു വീഡിയോ ആണ്. ഏതാണ്ട് ഒരു 12 ലക്ഷത്തോളം ആളുകൾ ഇതുവരെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. വീഡിയോയുടെ കോണ്ടസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോയമ്പത്തൂരാണ് പുള്ളിയുടെ സ്ഥലം. അവിടെയുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സെക്സ് വർക്കിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. മെയിനായിട്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെയാണ് ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നത്, കൂടുതലും അവരാണ്. കോയമ്പത്തൂരിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഭയങ്കര കൂടുതലാണ്. കോയമ്പത്തൂർ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ ഉണ്ട്. പക്ഷേ കോയമ്പത്തൂർ ഇച്ചിരി അധികം കൂടുതലാണ്. അങ്ങനെ പുള്ളി ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കാറുമായിട്ട് ഇറങ്ങി. കൂടെ പുള്ളിയുടെ ഒരു ബ്രദറും ഉണ്ട്. അങ്ങനെ ഇവൻ ഒരു വ്യക്തിയെ, ഒരാണിനെ പരിചയപ്പെട്ടു. ആദ്യം അവർക്ക് കാര്യം മനസ്സിലായില്ല. പിന്നെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അവനും സെക്സ് വർക്കിന് നിൽക്കുകയാണ്. കലികാലമല്ലേ, ഇതല്ല ഇതിന്റെ അപ്പുറം സംഭവിക്കാം. ഇതിന് എന്താണ് ഇവിടുത്തെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസക്തി ഉണ്ട്. ആ വന്ന വ്യക്തി ഒരു മലയാളി ആയിരുന്നു, കൊല്ലക്കാരനാണ്. അതും പോരായിട്ട് കോയമ്പത്തൂരിലെ ഒരു സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ്. അവിടെയാണ് ഈ വീഡിയോയുടെ ഇമ്പോർട്ടൻസ്. ഇങ്ങനത്തെ ഒരു പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഈ ഒരു പണിക്ക് ഇറങ്ങിയേക്കാണ്. സ്വന്തം നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് ഇതാണ്. നമുക്ക് എന്താണെങ്കിലും ഈ സുഹൈലിന്റെ ആ വീഡിയോയുടെ ആദ്യം തൊട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തെ പറ്റി വിശദമായിട്ട് നോക്കാം. அதுக்கப்புறமா அந்த சைடு எல்என்டி பைபாஸ் அங்கெல்லாம் பார்த்தீங்க அப்படின்னா ப்ராஸ்டியூஷன் நடக்குது. ஓப்பனாக வந்துட்டு ப்ராஸ்டியூஷன் நடக்குது. மெயினாக வந்துட்டு டிரான்ஸ்ஜெண்டர்ஸும் நிற்கிறாங்க. அதுக்கப்புறமா வந்துட்டு டிரான்ஸ்ஜெண்டர்ஸ் மாதிரியே வந்துட்டு பொம்பளைங்க நிற்கிறாங்க. அவங்க வந்துட்டு ஒரு ஸ்பாட்டை ஃபிக்ஸ் பண்ணிவிட்டு அவங்க ஒரு இடத்துல நிற்கிறாங்கன்னா அதுக்கு பின்னாடி வந்துட்டு ஒரு இருட்டான இடம் இருக்குது. அந்த இடத்துக்கு வந்துட்டு பசங்களை கூப்பிட்டு போயிடுவாங்க. இவங்க டார்கெட் பண்ணுறதே வந்துட்டு காலேஜ் ஸ்டூடெண்ட்ஸ் தான். இந்த கோயம்புத்தூரை சுற்றி அவுட்டரில் ஃபுல்லாக நிறைய காலேஜஸ் இருக்குது. இப்போ நான் உங்களுக்கு காட்டுறேன். அதுக்கப்புறமா எங்களுக்கு நடந்த சம்பவத்தை நான் சொல்கிறேன். ஏன்னா எங்கள் ஃபுல் മെയിനായിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നത്. ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വന്ന് പ്രസംഗിക്കുകയും പല പരിപാടികളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുന്ന ഒന്നെങ്കിൽ സെക്സ് വർക്കേഴ്സ് അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ട്. ഈ 2 മേഖലകളിൽ മാത്രമാണ് ട്രാൻസ്ജെൻഡേഴ്സ് വർക്ക് ചെയ്യുന്നതാണ്, അല്ലാതെ എവിടെയും കാണുന്നില്ല. ഇങ്ങനെയുള്ള ഈ ഇരുട്ടുവാക്ക് നിന്നിട്ടുള്ള പരിപാടി എല്ലായിടത്തും ഉണ്ട്. കോയമ്പത്തൂർ കൂടുതലാണെന്ന് മാത്രം. ഇവർക്ക് റൂമോ കാര്യങ്ങളൊന്നും വേണ്ട, ഒരു ഇരുട്ട് വാക്ക് മതി. അവിടെ പോയിട്ട് പരിപാടി നടത്തിയിട്ട് പൊക്കോളും. ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റി, ഇവരുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ഇവരെ അക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ ഇതാണ്. വേറെ തൊഴിലിന് പോകാൻ വേണ്ടിയിട്ട് ഇവര് നോക്കുന്നില്ല. ഈ ഒരു പരിപാടി മാത്രം ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കും. അതിന് ആളുകൾ അങ്ങനെയുള്ള ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്ത് മാറ്റി നിർത്തും. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. വളരെ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നാട്ടില് ഒരു വെടിപ്പൂര ഉണ്ടെന്ന് വിചാരിക്കുക. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡായിരിക്കാം, പക്ഷെ കുഴപ്പമില്ല, അത് മനസ്സിലാക്കിയാൽ മതി. അന്നേരം ഈ വെടിപ്പൂര നടത്തുന്ന ചേച്ചി പച്ച മലയാളത്തിൽ വെടി എന്ന് വിളിക്കും. ഇവര് ഈ പരിപാടിയാണെന്ന് എല്ലാവർക്കും അറിയാം. പൊതുവെ നാട്ടിൽ തന്നെ അന്നേരം ഇവർക്ക് ഒരു അവഗണന ഉണ്ടാവും. അത് ട്രാൻസ്ജെൻഡർ ആവണമെന്നൊന്നുമില്ല, അതൊരു ഫീമെയിൽ ആണെങ്കിലും മതി. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇതൊരു മാന്യമല്ലാത്ത ജോലിയാണ്. അപ്പോൾ എന്താണെങ്കിലും അവർക്കൊരു അവഗണന ഉണ്ടാവും. അതേ അവഗണനയാണ് ഇവരുടെ ഈ ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ഇപ്പം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നല്ല രീതിയിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷേ മെജോറിറ്റി ഓഫ് ആളുകളും അങ്ങനെയല്ല. ഇവരുടെ ഈ ഒരു ആക്ട് കാരണം ഈ നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കൂടെ പറയിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടിയാണ്. അവരുടെ എക്സിസ്റ്റൻസിനെയും കൂടെ ചോദ്യം ചെയ്യുന്ന പരിപാടിയാണ്. ഇനി ഈ സുഹൈലിന്റെ അടുത്ത് ഒരു പെണ്ണ്, ഒരു സ്ത്രീ, ഒരു ട്രാൻസ്ജെൻഡർ വന്ന് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതൊന്ന് ഞാൻ വെക്കാം. വരേങ്കളാ, ഭയങ്കര സ്നേഹത്തോടാണ് വിളിക്കുന്നത്. വരേങ്കളാ, எவ்வளோ சார்ஜ் பண்ணுறீங்க? எதுக்கு? 500 റുപ്പീസ് ഉള്ളി. ആദായ വിൽപ്പന 500 രൂപയ്ക്ക് പരിപാടി എല്ലാം ചെയ്തു കൊടുക്കുന്നതാണ്. எல்லாமே பண்ணுங்க. പുള്ളി നേരം ചോദിക്കുക എന്തെല്ലാം ചെയ്യും? എല്ലാമേ പണ്ണു. ഓഫറാ, മെഗാ ഓഫറാണ്. 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി സെറ്റാ. ദൈവമേ, வேண்டாம், கம்மி பண்ணிக்கலாம் வாங்க. வேணாம் பிரச்சனை.
വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കമ്മിപ്പണിക്കളമ്മേ 500 കുറയ്ക്കാന്ന് ബാർഗൈനിങ് വരെ നടത്തി ഈ പരിപാടിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. സത്യമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ്, മനസ്സിലാക്കാം. പക്ഷെ ഇവരിത് മാറി ചിന്തിക്കാതെ ഇവര് രക്ഷപ്പെടൂല. സമൂഹം നിങ്ങളെ അംഗീകരിക്കില്ല. എന്ത് കാര്യത്തിനാണെങ്കിലും ആദ്യം ഒരു സ്ട്രഗിളിംഗ് പീരീഡ് ഉണ്ടാവും. ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യത്തില്ല, പുച്ഛിച്ച് തള്ളും. എന്നിട്ട് ഏറ്റവും ഒടുവിൽ നിങ്ങൾ സക്സീഡ് ആവുമ്പോൾ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. മാന്യമായിട്ടുള്ള ജോലി ചെയ്ത് പുരുഷന്മാരും സ്ത്രീകളും ഇവിടെ ജീവിക്കുന്ന പോലെ നിങ്ങൾ വളരെ നോർമലായിട്ട് ജീവിക്കുന്നത് ബാക്കിയുള്ളവർ കണ്ട് അത് നോർമലൈസ് ആകാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളെ മാറ്റി നിർത്തുന്നത്. 2 ജോലിയിലേക്ക് മാത്രം കൂടുതൽ ആളുകൾ ഒതുങ്ങിപ്പോകുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റ്, സെക്സ് വർക്ക്. ഞാൻ ഏറ്റവും കൂടുതൽ ഈ 2 ജോലികളിലാണ് ഇവരെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്. വേറെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷെ കാണാറില്ലെന്ന് മാത്രം. വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സാരി ഉടുത്ത് ഇരുട്ടുവാക്കിന് പോയി ഇരുന്നിട്ട് 500 രൂപയ്ക്കും 300 രൂപയ്ക്കും പോയി കിടന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ എടുത്തു കൊടുക്കുന്ന പരിപാടിക്കാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് മെയിൻ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യത്തിലോട്ട് போவோம். என்னடா கையில வச்சுக்கோங்க. ட்ரவுசர் வேற போட்டு ரொம்ப நேரமா சுத்திட்டு இருக்கான். இவன் என்ன பண்றான்னு சொல்லி தெரியணும். கீழே ഒരുത്തൻ അവിടെ നിക്കർ ഇട്ടുകൊണ്ട് കുറെ നേരം അവിടെ കിടന്ന് തിരിയാണ്. അപ്പൊ അവൻ എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അവനെ വിളിക്കുകയാണ്. கட் போட்டுக்கோ. அங்க கட் போட்டு எப்படி வைக்கிறது? இப்படி வாங்க, இப்படி வாங்க. ஏங்கண்ணா அவங்க என்ன சொல்லியாச்சு? எது அங்கே அவங்க 500 சொன்னாங்க. 500 சக்சேதா சொல்லுவாங்க. யார் வருவாங்க? யார் வருவாங்க? நீங்களா? என்னண்ணா അവന് സുഹേല് ചോദിക്കുകയാണ് ആര് വരും. കാര്യം ഇവൻ ആണാണ്. അവൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇവനാണ് വരുന്നതെന്ന്. ഇവൻ വലിയ ഏജന്റ് ആണെന്ന് വിചാരിച്ചിട്ട് വല്ല ആയിരിക്കും വിളിക്കണം. അവൻ പറയാണ് ഞാൻ വരും. അവനെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ് ഗൈസ്. ഇന്നത്തെ കാലത്ത് ഇതൊന്നും വലിയ പുത്തരിയായിട്ട് തോന്നുന്നില്ല. ഇതും അല്ല ഇതിന്റെ അപ്പുറം സംഭവിക്കും. ബാക്കി കേൾക്കാം. ഓ വേണ്ട. നീ മലയാളിയാണോ? ഓക്കെ, മലയാളിയാണ് ഗൈസ്, മലയാളി. എടാ മലയാളികളെ കൂടെ നീ പറയിപ്പിക്കുമല്ലോടാ. തമിഴന്മാരിപ്പോ കയറി നിരങ്ങുന്നുണ്ടാവും. എന്താ ഈ പണിയിൽ ഇറങ്ങിയത് ഇവിടെ വന്നിട്ട്? പണിയല്ലേ, കോളേജിൽ സ്റ്റുഡന്റ് ആണോ? സ്റ്റുഡന്റ്. ഓഹോ. ആദ്യം ഇവൻ കള്ളം പറയും, സ്റ്റുഡന്റ് ആണെന്ന് കള്ളം പറയും. പിന്നീട് ചോദിക്കുമ്പോഴാണ് ഇവൻ പറയുന്നത് സാറാണെന്ന്. ഓക്കെ, ഇതൊക്കെ തെറ്റെന്ന് അറിയില്ലേ? ഇതൊക്കെ തെറ്റെന്ന് അറിയുന്നില്ല. எனக்கு நெஞ்சில் அடிக்குதுடாடி. ஏது காலேஜ்? இங்க காலேஜ் இல்ல, ஸ்கூல் தான் அது. ஸ்கூலா? டீச்சரா இருக்கீங்களா? வெரி குட், சூப்பர். போங்க, உங்களை நம்பி வந்துட்டு குழந்தைங்க வேற படிக்கிறாங்கல்ல. இங்க வாங்க, இப்படி வாங்க. ഇവിടാണ് ഈ വീഡിയോ കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നത്. ഇരുട്ടുവാക്കില് നിക്കറ് വിട്ടുകൊണ്ട് ഒരു നായ വന്ന് നിൽക്കുകയാണ് ഫണ്ണിന് വേണ്ടിയിട്ട്, അവന്റെ സൂക്കേട് തീർക്കാൻ വേണ്ടിയിട്ട്. അതും ഒരു അധ്യാപകൻ, പിള്ളേരെ പഠിപ്പിക്കുന്ന അധ്യാപകൻ. ഇവൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചോ. ഇങ്ങനെ വഴിയരികിൽ വന്നിട്ട് ഇതുപോലെ ആൾക്കാരെ നേരിട്ട് കണ്ട് വിലപേശാൻ ഉള്ള ധൈര്യം ഇവൻ ഉണ്ടെങ്കിൽ നാളെ ഇവൻ ഏതെങ്കിലും കുട്ടികളെ എന്തെങ്കിലും ചെയ്യില്ലെന്നാരും കണ്ട്. സീരിയസ്ലി ഇത് ഭയങ്കര റോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഭയങ്കര റോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. தப்புங்கண்ணா, டீச்சரா இருந்துட்டு இதெல்லாம் பண்றது ரொம்ப தப்பு. அவங்க ஒன்றும் செய்ய மாட்டேன். இப்படி வா. ഒന്നും ചെയ്യാൻ മാട്ടെ. ടീച്ചറാണ്, പക്ഷെ അവരെ ഒന്നും ചെയ്യില്ല എന്നാണ്, മാന്യനാണെന്നാണോ ഉദ്ദേശിക്കുന്നത്? പന്നക്കടയാടി. இங்க வாங்க. Sorry bro, it's okay. வா, 500 தரேங்க வாங்க. 500 தரேங்க வாங்க. I don't need any money. Just for fun I can, that's all. ഫണ്ണാ? അവൻ പൈസയ്ക്ക് വേണ്ടി ഇവിടെ നിൽക്കുന്നതല്ല, ജസ്റ്റ് ഫോർ ഫൺ. അവന്റെ കടി തീർക്കണം, അതിന് വേണ്ടിയാണ് അവൻ വന്ന് നിൽക്കുന്നത്. ഇമീഡിയറ്റ് ആയിട്ട് ആ സ്കൂളിൽ പോയിട്ട് ഇവന്റെ തനിക്കുണം പുറത്തു കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് പിരിച്ചു വിടണം. ഇവൻ ഒരിക്കലും അധ്യാപകൻ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ യോഗ്യനല്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം അതാണ്. സുഹേൽ ചെയ്തോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ചെയ്യേണ്ട കാര്യം അതാണ്. ഇവൻ മാന്യനായോണ്ട് ഇവന്റെ മുഖം ബ്ലർ ചെയ്തിട്ടാണ് വീഡിയോയ്ക്ക് അത് കാണിക്കുന്നത്. என்ன ഫണ്ണ്? என்ன സ്കൂള്? வாங்க வாங்க, வாங்க. അവനങ്ങ് ഓടി, നൈസായിട്ട് അങ്ങ് ഓടി. ഇവൻ പല കാര്യങ്ങളും കുത്തി ചോദിച്ചപ്പോ സ്കൂൾ നീங்க எந்த ஸ்கூல்? எந்த ஸ்கூல்? எந்த ஸ்கூல்? உங்களுக்குலாம் வெக்கமா இல்லையா? ஸ்கூல்ல டீச்சர்னு சொல்றீங்க. டீச்சர் தானே? டீச்சர் தானே? உங்களை நம்பி எத்தனை ஸ்டூடெண்ட்ஸ் இருப்பாங்க, குழந்தைங்க?
തമിഴിലെ പേசுடா. പുരിഞ്ഞാച്ച് വിടറാ. നാട്ടിലെവിടെ? നാട്ടിലെവിടെ? കൊല്ലം. എടാ നാറി, കൊല്ലക്കാരെ കൂടെ നീ പറയിപ്പിക്കുമല്ലോ. അന്തസ്സുണ്ടോടാ അന്തസ്. ഞാൻ ചീത്ത പേരുടെ ഉള്ളൂ കൊല്ലത്തിന് കിട്ടും. അതുകൂടെ അങ്ങനെയൊക്കെ മേടിച്ചു തരും എന്നുള്ളതാണ്. ഇഷ്ടമല്ലെങ്കിൽ പറ ബ്രോ, അത് കുഴപ്പമില്ല ப்ரோ. இது தெட்டானு ப்ரோ. இது ஒரு டீச்சர் இல்ல. நீங்க சொல்றது ஓகே. சொல்லி கொடுக்குற இடத்துல இருக்கான் இவன். எத்தனை பேருக்கு சொல்லி கொடுக்குற இடத்துல இருக்கான். ரப்புன்னு ஒன்று கொடுக்கணும்னு தோணுது. ഫസ്റ്റ് ടൈം ഇങ്ങ വന്ന് இங்க ഫസ്റ്റ് ഒന്നുമല്ല, അവന്റെ നിപ്പും അവന്റെ സംസാരവും എല്ലാം കേട്ടറിയാം. ഫസ്റ്റ് ടൈം ഒന്നുമല്ല, പല സമയത്തായിട്ട് ഇവിടെ വന്നിട്ട് അവന് നല്ല തഴക്കവും പഴക്കവും ഉള്ളതിനാണ് അവൻ. അവനാണ് കൃത്യമായിട്ട് അവിടെ വന്ന് നിൽക്കണത്. പിന്നെ இன்னி இங்க உன்னை பார்த்தேன்னு வச்சுக்கோ. எந்த ஸ்கூல்னு சொன்ன? ഞാൻ ഗോയിങ് ബാക്ക്. விச் ஸ்கூல் எவிடென்ட் அதோட ഉള്ള പോകുന്നത് வா இங்க வா. உன்னை ஒரு அடி அடிச்சாதான் இங்க வாடா மயிர். இங்க வா. സോറി ബ്രോ, സോറി. குழந்தைங்க உன்னை நம்பி குழந்தைங்க இருக்காங்க. சரியா? ഐ വിൽ നോട്ട് കം. ഞാൻ ഇങ്ങ വരമാட்டேன். இன்னி நீ உன்னை பார்த்தேன்னு வச்சுக்கோ. போடா. எதுவுமே சொல்லாம கூட அடிச்சிருக்க மாட்டேன். டீச்சரா மாத்த. ആ അടിയൊന്നും അടിച്ചാൽ പോരാ, നല്ല അടി കൊടുക്കണമായിരുന്നു. ഒരു തോന്നിയ ദിവസം കാണിക്കുന്നതിന് ഒരു മര്യാദ ഇല്ലേ? ഒരു മര്യാദ ഇല്ലേ? ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രൊഫഷനാണ്. അതിന്റെ ഒരു ഇന്റഗ്രിറ്റിയും കൂടെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രവൃത്തിയല്ലേ ഇത്? ഇങ്ങനെയുള്ളവന്മാരൊക്കെ ടീച്ചേഴ്സ് ആയിക്കഴിഞ്ഞാൽ പേരൻസ് എങ്ങനെ വിശ്വസിച്ച് തന്റെ കുട്ടികളെ സ്കൂളിലോട്ട് അയക്കും? ട്രസ്റ്റ് അവർക്ക് നശിക്കുകയാണ്. കുട്ടികൾ നന്നാവാൻ വേണ്ടിയാണ് സ്കൂളിലോട്ട് അയക്കണത്. ഇങ്ങനെയുള്ള വെടലകളൊക്കെയാണ് പഠിപ്പിക്കാൻ നിൽക്കുന്നതെങ്കിൽ വഴി തെറ്റി നാഗണ്ട കഞ്ഞിയായി പോകത്തേ ഉള്ളൂ. ഓൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് തന്നെ ഏറ്റവും വലിയ ഡാമേജ് ആണ് ഇങ്ങനെയുള്ള ആളുകൾ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, കോയമ്പത്തൂർ കേരള ബോർഡർ, കേരളത്തിൽ ഒരു പ്രൊഫൈലും തമിഴ്നാട്ടിൽ പോയിട്ട് വേറൊരു പ്രൊഫൈലും ആയിരിക്കും ഇവനൊക്കെ. അതാണ് നിങ്ങൾ പോയി കണ്ടത്. നാട്ടിൽ മാന്യനായിട്ടായിരിക്കും ജീവിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ മൊത്തം ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട്ടിൽ പോകും. മേ ബി അവിടെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അവിടെ അറിയാവുന്ന ആൾക്കാരില്ല, ബന്ധുക്കളില്ല, കൂട്ടുകാരില്ല, ഒന്നും കാണത്തില്ല. അപ്പൊ പിന്നെ ഈ രീതിയിൽ തോന്നിയാസം കാണിച്ച് നടക്കാമല്ലോ, ആരും പിടിക്കത്തില്ലല്ലോ. നല്ല കൊടുത്തിട്ട് ആ സ്കൂളിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് ഇവനെ ആ ജോലിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പിരിച്ചുവിടണം. ഇവൻ ഈ പറഞ്ഞ സത്യമാണ്, ഇവനൊരു അധ്യാപകനാണ് എങ്കിൽ ഒരു തരത്തിലും ഇതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. അവൻ സെക്ഷുവാലിറ്റി ചിലപ്പം ആണുങ്ങളോടായിരിക്കും അവൻ അട്രാക്ഷൻ തോന്നുന്നത്. പക്ഷെ എന്ത് ലെവടാക്കുറ്റിയാണെങ്കിലും ഈ മാതിരി പരിപാടിയെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഒന്നും എനിക്കിനെ പറ്റി പറയാനില്ല. ഒരുമാതിരി വൃത്തികെട്ട ഒരു ഇതായിപ്പോയി സീരിയസ്ലി. അപ്പൊ ശരിയെങ്കിൽ ബൈ.